ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ച് നിങ്ങൾ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് കത്തിച്ചിട്ട് പൈസ കൊടുത്താൽ മതി. അഡ്വാൻസ് വരെ ഒന്നും ചെയ്യണം. നമസ്കാരം, എൻ്റെ പേര് മനു. തൃശ്ശൂരാണ് സ്വദേശം വരുന്നത്. ഞങ്ങൾ ഇൻസിനേറ്റർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 വർഷത്തിലധികമായിട്ട് എല്ലാ ടൈപ്പ് ഇൻസിനേറ്റേഴ്സും ഒരു വീട്ടിലേക്ക് തുടങ്ങി ഒരു ഫാക്ടറി, മാളുകൾ, എല്ലാ ആവശ്യത്തിലേക്കുള്ള ഇൻസിനേറ്റർ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഓരോ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇപ്പോൾ 3 കിലോ മുതൽ ഒരു 3 ടൺ വരെയുള്ള മെഷീൻസാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം ഞങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി തരാൻ പറ്റും. ഏറ്റവും ഒരു ബേസ് മോഡൽ ഇതാണ്. ഒരു വീടുകളിലേക്കൊക്കെ പോകുന്ന ഒരു സ്റ്റാർട്ടിംഗ് മോഡലാണിത്. പക്ഷേ ഇതിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വീടുകളിലേക്ക് റണ്ണിംഗ് ഉള്ളത് ഞങ്ങൾക്ക് ഈ ഒരു മെഷീനാണ്. ചെറുതുണ്ടെങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടി മൂവ്മെന്റ് ലഭിക്കുന്നത് ഇതിലാകുമ്പോഴേ നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ ഡയപ്പർ, അതുപോലെ ഫ്യൂച്ചറിലാണെങ്കിൽ നമുക്ക് വേസ്റ്റ് കൂടാനേ പോകുള്ളൂ, ഒരിക്കലും കുറയില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ റെക്കമെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഈ ഒരു മോഡലാണ്. നമുക്കിത് കണ്ണടച്ച് ഉപയോഗിക്കാൻ പറ്റും. വേറെ കേട് വരാനോ കംപ്ലൈൻറ്റ് വരാനുള്ള പാർട്സ് ഒന്നും ഈ മോഡലിനില്ല. നമുക്കൊരു 2 വർഷം ഈ മോഡലിന് കമ്പനി വാറൻറ്റിയും ഒരു 8 വർഷം സർവീസ് വാറൻറ്റി ഉണ്ടായിരിക്കും. അതുപോലെ പല ടൈപ്പ് ഇതിലിപ്പോൾ മുകളിലേക്ക് സ്റ്റീലിൻ്റെ ചിമ്മിണി വരും. നമുക്ക് പുക പോകാനും കാര്യങ്ങളൊക്കെ അത് കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് തരാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ വാറന്റി കാര്യങ്ങൾ പറഞ്ഞല്ലോ, അത് എന്തിനൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? എല്ലാ പാർട്സിനും ഇതിനില്ല അതിനില്ല എന്നുള്ളതല്ല, എല്ലാ പാർട്സിനും ഗ്യാരണ്ടി ഉണ്ട്. ഓക്കെ, തൊട്ടടുത്ത മോഡൽ എന്താ പ്രത്യേകത? ഇത് നമുക്ക് കുറച്ചുകൂടി ഈ ഗാർഡൻ വേസ്റ്റ് കൂടുതലുള്ള വീടുകളുണ്ട്, ചപ്പു ചോറുകളൊക്കെ കൂടുതലുള്ളത്, അവിടേക്ക് കൊടുക്കുന്നതാണ് ഈ ഒരു മോഡൽ. ഇതിൽ നമുക്കൊരു 25 കിലോ ഒക്കെ ഡെയിലി പെർ ഡേ കത്തിക്കാൻ പറ്റും. ഒരേ സമയത്ത് തന്നെ കുറച്ച് കൂടുതൽ വേസ്റ്റ് ചെയ്തതിൽ ലോഡായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു മോഡലാകുമ്പോൾ നമുക്ക് ഒരു 30 കിലോ കത്തിക്കുന്ന മോഡലാണ്. 30 കിലോ ഏകദേശം ഇതിന് ഹൈറ്റ് മാത്രം ഒരു 15 അടിയോളം ഉയരം വരും, ഒരു 160 കിലോ ഭാരം വരും. ഒരു പ്രീമിയം ക്വാളിറ്റി സെഗ്മെന്റിലേക്ക് കടക്കുന്നൊരു മോഡലാണ്. പിന്നെ ഇത് മുതൽ 50 കിലോ കത്തിക്കുന്ന മോഡലാണ്. അതിന്റെ ഷേപ്പിൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ട്. ഇത് കുറച്ചും കൂടി റൗണ്ട് ആക്കി കുറച്ചുകൂടി കപ്പാസിറ്റി കൂടി ടെമ്പറേച്ചർ വരുന്ന വേസ്റ്റുകളുണ്ട്, കൂടുതൽ ചൂട് വരുന്നത്, അതിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന ഈ മോഡൽ തൊട്ടുമ്പോൾ ഫയർ ബ്രിക്കാണ് സ്റ്റാർട്ട് ആവുക. ഒരു 1S ഗ്രേഡിന്റെ ഫയർ ബ്രിക്കിലാണ് ഇതിൻ്റെ ഉള്ളിലെ കോട്ടിങ് മൊത്തം വരുന്നത്. അത് കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ഒരു മോഡൽ 100 കിലോ കത്തിക്കുന്നതാണ്. 100 കിലോ, 150 കിലോ, 200 കിലോ, ഇതിനൊക്കെ കനം കൂടി ഒന്നുകൂടി ബ്രിക്കിന്റെ ക്വാളിറ്റിയും സൈസും കൂടും. ഇതിന്റെ ഫുൾ കോട്ടിംഗ് ആണ് ഈ മെഷീൻ്റെ ഉള്ളിൽ മൊത്തം വരാം. അപ്പോൾ ഈ രീതിയിൽ നമ്മളതിന്റെ ബ്രിക്ക് അതിൽ നിൽക്കും. അങ്ങനെ ത്രൂ ഔട്ട് അത് വരുമല്ലോ, ഈ ബ്രിക്ക് വരും. ഓക്കെ. അതായത് നമുക്ക് ഈ മോഡൽസ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ചാണ്. ഇതല്ലാതെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. പിന്നെന്താ, എത്ര കപ്പാസിറ്റി വേണ്ടി ഞങ്ങൾ കസ്റ്റമൈസ് തരാൻ പറ്റും. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് നിങ്ങൾക്ക് കാണാം. നമ്മളെ A to Z മുതലുള്ള എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കണം. എല്ലാ പാർട്സും ഞങ്ങൾ തന്നെ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് നല്ലൊരു റേറ്റിന് കൊടുക്കാൻ പറ്റും. മാക്സിമം കേരളത്തിൽ ആരും കൊടുക്കാത്ത പ്രൈസിന് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു മെഷീൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി വളരെ ചെറിയ സ്ഥലത്ത് വെക്കാൻ പറ്റും. വെറും 4 സ്ക്വയർ ഫീറ്റ് സ്ഥലം മതി. ഒരു വീടിന്റെ ഒരു ടൈലിരിക്കുന്ന പോർഷനിൽ ഏറ്റവും ചെറിയ സ്പേസിൽ. ഇനിയിപ്പോൾ അതും സ്ഥലമില്ല, ടെറസിന്റെ മുകളിൽ വെക്കാം, ബിൽഡിങ്ങിന്റെ മുകളിൽ വെക്കാം, ഒരു പ്രശ്നമില്ല. ചൂട് പുറത്തേക്ക് അറിയും കൂടി ഇല്ല കത്തുന്നത്. ഇതാണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട പ്ലാന്റുകളെ അപേക്ഷിച്ച് ഇനിയുള്ള കുറച്ച് വലിയ മോഡലുകളാണ്. ഇതൊരു 300 കിലോ കത്തിക്കാൻ പറ്റുന്ന ഒരു ഡബിൾ ചേംബർ മോഡലാണ്. ഇപ്പോൾ ഓഡിറ്റോറിയങ്ങൾക്കൊക്കെ സ്റ്റാർട്ടിങ് പോകുന്നത് ഈ ഒരു സൈസിലാണ്. അങ്ങനെ 2 ചേംബറാക്കി തിരിച്ച് നമുക്ക് ഈ മോഡലിനെ ഉപയോഗിക്കാൻ പറ്റും. ഇതെല്ലാം ചെറുതാണ്. കാരണം എന്താ വെച്ചാൽ ഇനി നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് നമ്മളുടെ ഒരു 300 കിലോ 400 കിലോ കത്തിക്കുന്ന മോഡൽ. 400 കിലോ തൊട്ട് 500 കിലോ വരെ ഈ ഒരു മോഡൽ നമുക്ക് കത്തിച്ച് കളയാം. അതായത് നമ്മളൊരു പ്രീമിയം മോഡൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രീമിയം സെഗ്മെന്റ്, ഒരു ലുലു മാള് അല്ലെങ്കിൽ ഓഡിറ്റോറിയങ്ങൾ, വലിയ ഫ്ലാറ്റുകളൊക്കെ കൊടുക്കുന്ന മോഡലാണ്. ഇതിലേക്ക് പോകുന്ന ചിമ്മിണിയൊക്കെ ആ രീതിയിൽ തന്നെയായിരിക്കും. ഒരു 4 ഹെവി സെറ്റപ്പിലാണ് ഈ മെഷീനൊക്കെ പോവുക. ഇനിയിപ്പോൾ അടുത്തൊരു മെഷീൻ കാണിച്ചു തരാം. ഇതൊരു 600 കിലോ കത്തിക്കുന്ന മോഡലാണ്. ഇതിൻ്റെ ഇപ്പോൾ ഫ്രെയിം വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 30% വർക്കേ തീർന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരമാണ് ഞങ്ങൾ ഓരോ മെഷീനും പ്രൊഡക്ഷൻ ചെയ്യുക. ഇനിയിപ്പോൾ 600 അല്ല, 800, 1000, 2 ടണ്ണ്, 3 ടണ്ണ്, എത്ര വേസ്റ്റ് ഉണ്ടോ അതിനൊക്കെ കത്തിക്കാൻ പാകത്തിനുള്ള സാധനങ്ങൾ. അതും ഏറ്റവും പ്രത്യേകം എന്താ വെച്ചാൽ പൊല്യൂഷൻ വളരെ കുറച്ചിട്ടാണ് ഓരോ മെഷീനും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പുകയുടെ അളവ് കുറച്ച്, പൊല്യൂഷൻ കുറച്ച്, പരമാവധി വേസ്റ്റുകളെല്ലാം ഒരേപോലെ കപ്പാസിറ്റിയിൽ ലോഡാവുന്ന രീതിയിലാണ് ഈ മെഷീനുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ മെഷീനൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ റെഡി ടു സ്റ്റോക്ക് ഉണ്ടാവും നമ്മുടെ കയ്യിൽ? എല്ലാ മെഷീനും റെഡി ടു സ്റ്റോക്കാണ്. കപ്പാസിറ്റി കൂടിയ ഹെവി മെഷീനുകൾ മാത്രമാണ് നമ്മളൊരു 1 വീക്ക് സമയം പറയാറുള്ളൂ. ബാക്കിയെല്ലാം വിളിച്ച പിറ്റേ ദിവസം ഡെലിവറി ചെയ്യും. അതും ഹോം ഡെലിവറി എല്ലാ ജില്ലകളിലും ഫ്രീ ആയിട്ട് ഞങ്ങൾ എത്തിച്ചു കൊടുക്കും. അതും ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ച് നിങ്ങൾ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് കത്തിച്ചിട്ട് പൈസ കൊടുത്താൽ മതി. അഡ്വാൻസ് വരെ ഒന്നും ചെയ്യണ്ട. ഇത് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻസിനേറ്ററാണ്. അതായത് വീട്ടിലെ അമ്മമാർക്ക് എത്രയും എളുപ്പത്തിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇൻസിനേറ്റർ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് കത്തിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. ഡോർ തുറക്കണു,
ജസ്റ്റ് ഒരു ലൈറ്റർ കൊണ്ട് നമ്മൾ ഒന്ന് കത്തിച്ച് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ ഗ്യാസിന്റെ ആവശ്യം ഒന്നും ഇതിലില്ല. ഒന്നുമില്ല. ഗ്യാസിന്റെ ആവശ്യമൊക്കെ വേണമെങ്കിൽ കൊടുക്കാവുന്ന മോഡലുകളാണ്. എന്നാൽ ആ ഒരു ഫെസിലിറ്റി നമ്മൾ ഇപ്പൊ തന്നെ കൊടുക്കണുണ്ട്. ഓ പിന്നെന്താ, ഇപ്പോൾ ഈ മോഡൽ തന്നെ ഞാൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ അഡൽട്ട് ഡയപ്പർ വരുന്ന വീടുകളൊക്കെ ആണെങ്കിൽ, ഡയപ്പർ കൂടുതലുള്ള വീടാണെങ്കിൽ വേണമെങ്കിൽ ഗ്യാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിന്റെ പ്രൊവിഷൻ ഇവിടെ ഇട്ടുണ്ട്. പിന്നീടാണെങ്കിലും എത്ര വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിലും ഇത് കൊടുക്കാൻ പറ്റും. അതായത് നമ്മളൊരു അപ്ഡേഷനും കൂടി ഇതിൽ മുൻകൂട്ടി കൊടുത്തിട്ടാണ് ഓരോ പ്രൊഡക്റ്റും നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അതായത് ഒരു മെഷീൻ മേടിച്ച് വെച്ചിട്ട് പിന്നീട് 2 കൊല്ലം കഴിഞ്ഞിട്ട് അവർക്ക് തോന്നരുത് അയ്യോ പുതിയത് മേടിക്കേണ്ട അവസ്ഥ വരരുത്. ഓൾറെഡി ആ 2 വർഷം കഴിഞ്ഞിട്ടുള്ള അപ്ഡേഷൻ ഞാൻ ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ മോഡൽ ജസ്റ്റ് ഒരു തീപ്പെട്ടി കൊണ്ടോ അല്ലെങ്കിൽ ലൈറ്റർ കൊണ്ടോ കത്തിച്ചിട്ടുള്ളൂ. ഇതിൽ വേറെ ഫ്യൂവലിൻ്റെയോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. കാരണം ഇത് ഓൾറെഡി ഓക്സിജൻ ഡ്രിഫ്റ്റിലാണ് വർക്ക് ചെയ്യണത്. പുറത്തുള്ള ഓക്സിജനെ നല്ല രീതിയിലേക്ക് ഇതിനുള്ളിലേക്ക് സക്കിത്തെടുക്കും. അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഈ മെഷീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഓക്സിജനെ വലിച്ചെടുക്കലാണ് നല്ല ഫ്ലെയിമിൽ ഇത് കത്തിപ്പോണത്. സംഭവം ചെറുതാണെങ്കിലും അത്യാവശ്യം ഐഡിയ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇതില്. പിന്നെ വളരെയധികം തല വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നോക്കി ഇത്ര നന്നായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനുള്ളിൽ നല്ല രീതിയിൽ കത്തി ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ അതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ കെടാറാകുമ്പോൾ മാത്രമേ അതിൻ്റെ പുക വരുള്ളൂ. അല്ലാതെ നന്നായി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുക വരില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഡയപ്പറുകളാണ് പിന്നെ വീട്ടിൽ വരുന്ന മെയിൻ വേസ്റ്റുകൾ. അത് നമുക്ക് ഈ വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് ഡയറക്റ്റ് ഇടാം. നിങ്ങൾ നോക്കിയോളൂ, ഇത് സാധാ ഒരു പുതിയ ഡയപ്പറാണ്. നമ്മളിതിൽ വെള്ളത്തിൽ നന്നായിട്ട് വെള്ളം പിടിച്ചു. ഇതിന് നന്നായി ഇതിൽ കൂടുതൽ വെള്ളം പിടിക്കാനില്ല. ഇത് ഫുള്ളായിട്ട് ഫുള്ള് നനഞ്ഞ് എല്ലാ ജെല്ലൊക്കെ വീർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം. ഇത് ഡയപ്പർ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇടാനുള്ള അതിൻ്റെ ഉള്ളിലേക്ക് ഇടാണ് ചെയ്യണേ. ഇത്രേ ഉള്ളൂ പണി. ഇത്രേ ഉള്ളൂ. കാരണം നമ്മൾ ഏറ്റവും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ ഡയപ്പർ നമ്മൾ എങ്ങനെ ഒഴിവാക്കും എന്നുള്ളത്. വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സംഭവമാണ്. അതെ. അപ്പൊ അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. സിമ്പിളായിട്ട് ഡയപ്പർ നമ്മൾ എത്ര നനവുള്ളാണെങ്കിലും അതിൽ ജെല്ല് കൂടുകയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ വേസ്റ്റ് മറ്റുള്ള വേസ്റ്റുകൾ കൂടാതെ കത്തിപ്പോക്കോളും. ഇത് നമ്മൾ 2 സ്റ്റിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കത്തി കഴിഞ്ഞുള്ള ചാരം ഇതിൻ്റെ ഈ താഴെയുള്ള ചേമ്പറിൽ നമുക്ക് കാണാൻ പറ്റും. ചാരം മാത്രമേ വേളൂ. കണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അത് നമുക്ക് ഇപ്പം നമ്മുടെ അമ്മമാർക്ക് തന്നെ അവർക്ക് കുനിയെ ഒന്നും പ്രശ്നമില്ല. അവർക്ക് ദേ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ദേ ചാരം വൈപ്പ് ചെയ്തെടുക്കാം. ഇതിൽ നോക്ക് എന്തെങ്കിലും ആ ജെല്ലിൻ്റെ അംശമോ അല്ലെങ്കിൽ മറ്റുള്ള വേസ്റ്റുകളോ ഉണ്ടോയെന്ന് ഒന്നുമില്ല. പ്യൂറായിട്ട് കത്തി കഴിഞ്ഞാൽ ചാരങ്ങളാണ് വരണത്. മറ്റുള്ള വേസ്റ്റുകൾ വേണമെന്ന് മാത്രം. ഇപ്പോൾ ഡയപ്പർ മാത്രം ഇട്ട് ഒരു തീപ്പിടി കൊണ്ട് കത്തിച്ചത് കത്തിപ്പോവില്ല. മറ്റുള്ള വേസ്റ്റുകളുടെ സപ്പോർട്ടിൽ എല്ലാ ഡയപ്പറും ഭംഗിയായി കത്തിപ്പോവും. മഴ ഇതിന് പ്രശ്നമല്ല. ഇത് എത്ര മഴയത്തും നിന്ന് ഇതുപോലെ കത്തിക്കോളും. ഇത് വെക്കാനും നമുക്ക് ആകെ ചെറിയ സ്പേസ് വേണ്ട. വെറും 4 സ്ക്വയർ ഫീറ്റ് സ്ഥലം. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കത്തുന്നത് നമ്മൾ പുറത്തേക്ക് അറിയും കൂടി ഇല്ല. നമ്മുടെ മെഷീനുകളെല്ലാം ഒരു 10,000 രൂപ മുതലേ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് സ്പെഷ്യലായിട്ട് മോഡലുകൾ ഡിസൈൻ ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം വീടുകളിലേക്ക് തന്നെ. ഇപ്പോൾ ചില വീടുകളിൽ അഡൾട്ട് ഡയപ്പറുകളുടെ എണ്ണം കൂടുതലായിരിക്കും, കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ചെറിയൊരു മെഷീൻ വെച്ചാൽ പോരാ. ആ മെഷീനെ ഒന്നും കൂടി ഡിസൈൻ ചെയ്ത് ഒന്ന് മാറ്റണം. അതായത് ഒരു സെക്കൻഡറി ചേമ്പർ ആഡ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ 2 ചേമ്പർ കൊടുക്കുമ്പോൾ അടിയിലത്തെ ചേമ്പറിൽ നമുക്ക് വീട്ടിലുള്ള മറ്റുള്ള വേസ്റ്റുകൾ ചിരട്ട, ചകിരി, ചപ്പു, ചോറുകളൊക്കെ ഇടാം. മുകളിലത്തെ ചേമ്പറിൽ നമുക്ക് ഈ ഡയപ്പറുകൾ ഇടാം. മുകളിലത്തെ ഗ്രില്ലൊക്കെ നമ്മൾ സ്റ്റെയിൻലെസ് ഗ്രില്ലുകളാണ് ഉള്ളിൽ കൊടുക്കുക. അപ്പോൾ ഈ അടിയിൽ നിന്നുള്ള ചൂടടിച്ചത് തന്നെ ഈ ഡയപ്പറുകൾ ഡ്രൈ ആയി പെട്ടെന്ന് കത്തിപ്പോകും. ഇപ്പോൾ ചില പരസ്യങ്ങളിലും വീഡിയോയിലൊക്കെ കാണാം ഒരു ഡയപ്പർ കുറേ വെള്ളം ഒഴിച്ച് അത് ഒറ്റയടിക്കിട്ടാൽ കത്തിപ്പോകുന്നുള്ളത്. അങ്ങനെ കത്തിപ്പോവില്ല. മറ്റുള്ള വേസ്റ്റുകളുടെ സപ്പോർട്ടിലാണ് ഡയപ്പറുകൾ കത്തിപ്പോവുക. നമ്മുടെ വീടുകളിലുള്ള വേസ്റ്റ് മാത്രം മതി എല്ലാ ഡയപ്പറുകളും ഭംഗിയായി കത്തിച്ച് കളയാൻ പറ്റും. അതുപോലെ കുറച്ചും കൂടി കപ്പാസിറ്റി കൂടുതൽ വേണമെങ്കിൽ ഒരു ഓർഫനേജിലേക്കോ അല്ലെങ്കിൽ കുട്ടികളുടെ പ്ലേ സ്കൂളുകളിലേക്കൊക്കെ കൊണ്ടുപോകുന്നൊരു ഡബിൾ ചേമ്പർ മോഡലാണ്. ഇതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫ്യൂവൽ ആഡ് ചെയ്യാൻ പറ്റും. ഗ്യാസ് കണക്ഷൻ വരെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മഴക്കാലമാണ്. ഇപ്പോൾ ചില വീടുകളിലൊക്കെ സപ്പോർട്ടിനുള്ള വേസ്റ്റുകൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാ ചെറിയ 5 കിലോയുടെ സിലിണ്ടറുകൾ കിട്ടും. അതിൻ്റെ കണക്ഷൻ വരെ ഞങ്ങൾ ഇട്ട് കൊടുക്കും. നോബ് സെപ്പറേറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. സാധാ ഫ്യൂവൽ ആഡ് ചെയ്യാം, മാനുവലായിട്ട് കത്തിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്കൊരു മെഷീൻ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങളിത് ഉണ്ടായിരിക്കുന്നത്. പിന്നെ നമുക്ക് ഫുള്ളി 304 ഗ്രേഡിൽ ഇപ്പോൾ സ്റ്റീലിൻ്റെ 304 ഗ്രേഡിൽ തന്നെ നമുക്കൊരു മെഷീൻ ഫുള്ളി ഉണ്ടാക്കാൻ പറ്റും. അത് ഒരു കസ്റ്റമർക്ക്, ഏത് കസ്റ്റമർ ആണെങ്കിലും അവർക്ക് എന്താണോ ആവശ്യം, ഏത് മെറ്റീരിയലാണോ ആവശ്യം, അതിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാ വേസ്റ്റുകളും കത്തിക്കാനുള്ള ഇൻഫിനേറ്ററുകൾ നമ്മുടെ ഉണ്ട്. അതുപോലെ തന്നെയാണ് അജൈവ മാലിന്യങ്ങളായ ഫുഡ് വേസ്റ്റും. അത് സംസ്കരിക്കാനുള്ള ബയോഗ്യാസ് പ്ലാന്റുകളുടെ പ്രൊഡക്ഷനും ഞങ്ങൾക്കുണ്ട്. എല്ലാ ടൈപ്പുള്ള ഫുഡ് വേസ്റ്റിനുള്ള ടാങ്കുകളും ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇനി വേസ്റ്റ് എന്നുള്ളൊരു പ്രശ്നം നമ്മൾക്കില്ല. ഇല്ല, കംപ്ലീറ്റ് ഒരു ബയോഗ്യാസും ഒരു ഇൻസിനേറ്ററും വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മുടെ വീട്ടിൽ തന്നെ നിന്നു. ഒന്നിനും ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട.